ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. അപ്പൊ ഇന്ന് മിസ് എന്താ വന്നതെന്ന് അറിയോ? നിങ്ങൾക്ക് ട്രിഗ്നോമെട്രിയിൽ നിങ്ങൾക്ക് 30, 60, 45 അല്ലെ, ഈ 3 ആംഗിൾസിന്റെ സൈൻ, കോസ്, ടാൻ വാല്യൂസ് പഠിക്കാനുള്ള ഒരു ചെറിയൊരു ട്രിക്ക് വായിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് പൊതുവേ ബുദ്ധിമുട്ടുള്ള ഒരു സാധനമായിരിക്കില്ല അത്. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സൈൻ 30ന്റെ വാല്യൂ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ സൈൻ 45ന്റെ വാല്യൂ. അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് ആലോചിക്കണല്ലേ എന്തായിരുന്നാലും അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നമ്മൾ കാണാതെ പഠിച്ചു വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ നമ്മളിങ്ങനെ ഓർത്ത് വെക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം അല്ലേ. അപ്പൊ അതൊന്നും ഇനി ആവശ്യമില്ല. മിസ് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇത് നിങ്ങൾ നോക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ വാല്യൂസ് ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ മിസ് ഇവിടെ ഒരു ടേബിൾ വരച്ച് കണ്ടല്ലോ. ഈ ടേബിൾ നമ്മൾ ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതൊക്കെ അറിയുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മിസ് പെട്ടെന്നൊന്ന് പറഞ്ഞു പോയിട്ട് ട്രിക്കിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റത്തെ കാര്യം എന്താണ്? നമുക്കറിയാം സൈനും കോസും കിട്ടിക്കഴിഞ്ഞാൽ ടാൻ എന്താണ്? സൈൻ ബൈ കോസ് ഈക്വൽ ടു ടാൻ ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അടുത്തത് എന്താ? സൈനിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക്, കോസിന്റെ റെസിപ്രോക്കൽ ആണ് സീക്ക്, ടാനിന്റെ റെസിപ്രോക്കൽ ആണ് കോട്ട്. ഇത്രയും കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ സൈനിന്റെയും കോസിന്റെയും വാല്യൂസ്. ഓക്കെ, സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്, ഒരു റൈറ്റ് ട്രയാങ്കിൾ. എന്താണ് റൈറ്റ് ട്രയാങ്കിൾ? ഒരു റൈറ്റ് ആംഗിൾ ഉള്ള അഥവാ 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആംഗിൾ ഉള്ള ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയും അല്ലെ. ഇവിടെ ഈ ഒരു ട്രയാങ്കിളിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതിന് ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി അഥവാ റൈറ്റ് ആംഗിൾ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ റൈറ്റ് ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിനെ നമ്മൾ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയും. ഹൈപ്പോട്ന്യൂസ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ആംഗിൾസ് കൺസിഡർ ചെയ്യും. ഇവർ 2 ആംഗിൾസ് ഉണ്ട്. ഇതിലിപ്പോ ഈ ഒരു ആംഗിൾ എ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആംഗിൾ എന്റെ സൈൻ വാല്യൂ എന്താണ്, സൈൻ വാല്യൂ എന്താണ്, കോസ് വാല്യൂ എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഈ സൈഡിനെ നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്നും പറയും, അഥവാ ഓപ്പോസിറ്റ് സൈഡ് എന്നും നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ ഉള്ള സൈഡിനെ നമ്മൾ അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ ബേസ് എന്നും പറയാം. നമ്മളിപ്പോൾ ഈ ഒരു റൈറ്റ് ആംഗിളിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഹൈപ്പോട്ന്യൂസ്, ആൾട്ടിറ്റ്യൂഡ്. അഡ്ജസന്റ് സൈഡിനെ നമ്മൾ എന്ത് പറയും? ബേസ് എന്ന് പറയും അല്ലെ. അപ്പൊ നമ്മൾ ട്രിഗ്നോമെട്രിക് ലാംഗ്വേജിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസന്റ് സൈഡ് ആൻഡ് ഹൈപ്പോട്ന്യൂസ് പറയും. ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം. ഈ കാര്യം നിങ്ങൾ എല്ലാവരും ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈസി ട്രിക്കാണ്. അപ്പൊ ഫസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈനിന്റെ വാല്യൂ അല്ലെങ്കിൽ സൈനിന് ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സൈനിന് ഒരു വാല്യൂ ഉണ്ട്. സൈനിന് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. സൈൻ ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. കോസ് ആണെന്നുണ്ടെങ്കിലോ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. ടാൻ ആണെങ്കിലോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. സിമ്പിൾ അല്ലേ? ഈ ഒരു 3 ഇക്വേഷൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ട്രിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് പെട്ടെന്ന് മറ്റേ കാര്യത്തിലേക്ക് പോയാലോ, ട്രിക്കിലേക്ക് അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു ട്രിക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറയാം. നമ്മൾ മെയിൻലി ഇവിടെ 2 റൈറ്റ് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തെ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 30, 60, 90 ആംഗിൾസ് വരുന്നതാണ്. ഓക്കെ, 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഓക്കെ ആണല്ലോ. രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45, 45, 90 വരുന്നതാണ്. എന്തായാലും സം ഓഫ് ഓൾ ആംഗിൾസ് ഇൻ ദ ട്രയാങ്കിൾ എന്താണ്? ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? 30, 60, 90 ആണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾ ഒരു കുഞ്ഞു കാര്യം പഠിച്ചു വെക്കാണ്ട്. അപ്പൊ ഫസ്റ്റ് മിസ് പറഞ്ഞ കാര്യം എന്താ? സൈന് കോസിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കണം അല്ലെ. പിന്നെ രണ്ടാമത് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് ഇതിനൊരു റേഷ്യോ ഉണ്ട്. ഓക്കെ, ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് റേഷ്യോ എന്ന് നോക്കാം. അപ്പൊ 30ന്റെ കേസിൽ 30, 60, 90 ഉള്ള ട്രയാങ്കിളിന്റെ കേസിൽ നമ്മൾ 30ന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് 1 ആണ്, ഹൈപ്പോട്ന്യൂസിന് 2ഉം 60ക്ക് √3 ആണ് കൊടുക്കുക. ഓക്കെ, സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ 1:√3:2. 30ന്റെ നേരെ വരുന്നത് 1 ആണ്, 60ന്റെ നേരെ വരുന്നത് √3 ആണ്, 90ന്റെ നേരെ വരുന്നത് എന്താണ്? 2 ആണ്. അപ്പൊ ഈ ഒരു റേഷ്യോ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. 1:√3:2 ആണ്. സിമിലർലി ഈ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 45, 45, 90ന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ √2 1 ആണ്, ഹൈപ്പോട്ന്യൂസ് 1 ആണ് കൊടുക്കുന്നത്. ബാക്കി 2 സൈഡും √2 ആണ്, കാരണം സെയിം ആംഗിൾസ് ആണ് അല്ലെ. അപ്പൊ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ √2:1 ആണ് 45, 45, 90. ഈ 2 റേഷ്യോസ് നിങ്ങൾ പഠിച്ചു വെക്കും. ഇപ്പൊ 2 ടൈപ്പ് റൈറ്റ് ട്രയാങ്കിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സൈൻ, കോസ്, ടാൻ വാല്യൂസ് പഠിക്കാൻ പോകുന്നത്. 1:√3:2, √2:√2:1.
ഇനി നമ്മൾ എന്താ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സൈനിന്റെയും കോസിന്റെയും ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അത്രേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ഈ ഒരു ടേബിൾ ഒന്ന് ഫില്ല് ചെയ്താലോ. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏത് എക്സാമുകളിലായാലും പെട്ടെന്ന് തന്നെ ഈ ട്രയാങ്കിൾ ഒന്ന് വരച്ചു വെക്കാൻ മതി അല്ലെ. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ വാല്യൂസ് എന്നുള്ളത്. ടേബിൾ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, മിസ് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ടേബിൾ ആക്കിയെന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് 30 വെച്ച് തുടങ്ങാം അല്ലെ. അപ്പൊ 30 ഈ ഒരു ട്രയാങ്കിൾ നോക്കുക. 30ന്റെ സൈൻ വാല്യൂ എന്തായിരിക്കും? നമ്മൾ പഠിച്ച സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലെ. അപ്പൊ ഈ ഒരു 30 ഡിഗ്രീന്റെ കേസിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് നോക്കാം. ഓപ്പോസിറ്റ് എന്താണ് 30ന്റെ കേസിൽ? 1. ഹൈപ്പോട്ടന്യൂസിന്റെ റേഷ്യോ എന്താണ്? 2 ആണ്. അപ്പൊ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30ന്റെ സൈൻ വാല്യൂ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/2. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോസ് വാല്യൂ എന്തായിരിക്കും? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലെ. ഇവിടെ അഡ്ജസന്റ് സൈഡ് എന്താണ്? √3 ആണ്. ഹൈപ്പോട്ടന്യൂസിന്റെ വാല്യൂ 2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ √3/2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാൻ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ടാൻ എന്ന് പറയുന്നത് എന്താ? സൈൻ ബൈ കോസ് ആണ്. 1/2 ഡിവൈഡഡ് ബൈ √3/2 അല്ലെ. 2ഉം 2ഉം കട്ടായി പോകും ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാൻ വാല്യൂ എന്താ? 1/√3. ഈസി അല്ലേ? ഇനി നമുക്ക് 16ന്റെ കേസ് നോക്കിയാലോ. ഇതേപോലെ തന്നെ എളുപ്പമാണ്. സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 60 ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് √3/2. √3/2 ആണ്. കോസ് 60 എന്ന് പറയുന്നത് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസിന്റെ വാല്യൂ 1/2 ആണ്. ടാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈൻ ബൈ കോസ് എടുക്കുമ്പോൾ നമുക്ക് √3 എന്ന് കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയേ. ഇത് തമ്മിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 30ന്റെ സൈൻ വാല്യൂ 60ന്റെ കോസ് വാല്യൂ എളുപ്പമാണ് അല്ല, സോറി, സെയിം ആണ് അല്ലെ. അതേപോലെ തന്നെ 30ന്റെ കോസ് വാല്യൂ 60ന്റെ സൈൻ വാല്യൂ എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഏതെ ഒന്ന് പഠിച്ചാ പോരെ? ശരിക്കും പറഞ്ഞാൽ മതി. സൈൻ 30 ഡിഗ്രീന്റെ സൈനും കോസും ടാനും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ 16ന്റെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. 30ന്റെ സൈൻ എന്താണോ അതാണ് 16ന്റെ കോസ്. 30ന്റെ കോസ് എന്താണോ അതാണ് 16ന്റെ സൈന്. ഇനി ടാന് കമ്പയർ ചെയ്യുകയാണെങ്കിലോ 30ന്റേത് 1/√3 ആണ്, 16ന്റെ √3 ആണ്. റെസിപ്രോക്കൽ. ഈസി അല്ലേ? അതേപോലെ നമ്മൾ ഇനി 45 ഡിഗ്രീൻ്റെതും കൂടെ പഠിക്കാൻ പോവാണ്. 45 ഡിഗ്രീൻ്റെത് അതിനേക്കാൾ എളുപ്പമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ √2 1 ആണ് അല്ലേ. അപ്പൊ സൈൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, അതായത് 1/√2. അതേപോലെ തന്നെ കോസ് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇതിന്റെ കേസിൽ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്, രണ്ട് സൈഡിന്റെ റേഷ്യോ ഈക്വൽ ആണ്, 1/√2 ആണ്. ടാൻ ആണെന്നുണ്ടെങ്കിലോ √2 ക്യാൻസൽ ആയി പോവും, 1 ആണ്. സിമ്പിൾ അല്ലേ? ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ റെസിപ്രോക്കൽ എടുത്ത കൊസീക്കും സീക്കും കോട്ടും എടുത്തൂടെ. അപ്പൊ കൊസീക്കും സീക്കും കോട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പൊ അടിപൊളിയല്ലേ? എളുപ്പമല്ലേ ട്രിക്ക്? അപ്പൊ എല്ലാവരും ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. മിസ് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിക്കുക. അത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ കൂടുതൽ കണ്ടന്റ്സിന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്